അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിന്റെ 14-16 വായിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ റോമയിൽ എത്തി. അടുത്ത 16. റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോട് കൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവത്തിന്റെ തിരുവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇതാണ്. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി വാഗ്ദത്തങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. മനുഷ്യൻ പറയുന്ന വാഗ്ദത്തങ്ങൾ. മനുഷ്യൻ പറയും, അവനത് മറന്നുപോകും. ലീഡേഴ്സ്, നേതാക്കന്മാർ പ്രോമിസ് പറയാറുണ്ട്, പലപ്പോഴും അത് ഫെയിലായി പോകുന്നുണ്ട്. അവർക്ക് പൂർത്തീകരിക്കാൻ പല സാഹചര്യം കൊണ്ട് അവർക്കത് ചെയ്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥ. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സുകളൊക്കെ ഓരോ പ്രോമിസ് പറയും, ഞാനത് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാകും, ഞാൻ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ, അവരുടെയും തെറ്റല്ല, അവരുടെ പരിധിക്കപ്പുറത്തൊരു കാര്യം വരുമ്പോൾ അവർക്ക് ചെയ്തു തരാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പല വാഗ്ദത്തങ്ങൾ ആയിരക്കണക്കിന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് വേണ്ട വിധത്തിൽ വാഗ്ദത്തം പൂർത്തീകരിക്കാൻ പറ്റാത്ത ലോക മനുഷ്യനും നമ്മുടെ സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ലീഡേഴ്സ് ആകാം, ആരുമായിക്കോട്ടെ, നല്ലൊരു ശതമാനവും യഥാർത്ഥത്തിൽ അവർ പറഞ്ഞ വാഗ്ദത്തത്തെ പൂർത്തീകരിക്കാൻ പറ്റാതെ നിൽക്കുന്ന അനുഭവത്തെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് അത് ഡിഫറെന്റ് ആയിട്ടാണ്. കർത്താവ് ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിലെ മനുഷ്യൻ പ്രോമിസ് പറഞ്ഞാൽ അവന് സാഹചര്യം അനുകൂലമായാൽ, കാര്യങ്ങൾ അവന് ക്രമീകരിച്ച് വന്നാൽ അവൻ ആ പ്രോമിസ് ചിലപ്പോൾ മനസ്സുണ്ടെങ്കിൽ ചെയ്തു തരാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത എന്നു പറഞ്ഞാൽ, ഹല്ലേലൂയ, അതിന്റെ അർത്ഥം ഈ ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഒരു കാര്യം, ദൈവം സത്യവാനായ ദൈവമാണ്, ട്രൂത്തിന്റെ ദൈവമാണ്. അവൻ ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യം അനുകൂലങ്ങൾ അല്ലെങ്കിലും എല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോഴും ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രത്യേകത, അവൻ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്, ഉടമ്പടികളെ കാക്കുന്ന ദൈവമാണ്, അവൻ അവന്റെ വചനത്തോട് വിശ്വസ്തത കാണിക്കുന്ന ദൈവമാണ്. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ he will perform it. അവൻ അത് പ്രവർത്തിച്ചിരിക്കും. അവൻ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്കംപ്ലിഷ്, അത് പൂർത്തീകരിക്കും. ഇന്ന് പകലകത്ത് എന്തുകൊണ്ട് ഈ ദൈവത്തെ ആവേശത്തോടെ ആരാധിക്കണം? എന്തുകൊണ്ട് ഈ ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം? നാം ആരാധിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന ദൈവം പ്രോമിസ് കീപ്പിംഗ് ഗോഡ് ആണ്. വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവം. അവന്റെ വാക്കുകൾക്ക്, വചനത്തിന് തോൽവിയില്ല. അവൻ എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ ആരെയും നോക്കണമെന്നില്ല, ഞങ്ങളെ പോലും നോക്കണമെന്നില്ല, ഒരു പാസ്റ്ററിനെയും ഒരു ബ്രദറിനെയും ഒരു ലീഡറിനെയും നോക്കണമെന്നില്ല. നിന്നോട് ദൂത് പറഞ്ഞവൻ ദൈവമാണെങ്കിൽ അത് പൂർത്തീകരിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. I believe, I believe, I believe. Hallelujah. നിങ്ങൾ ആ കർത്താവിനോട് വിശ്വസിക്കാമോ? വാഗ്ദത്തം പറഞ്ഞ ദൈവമാണ്, വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ഇതാ ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം. അതാ ക്രിസ്ത്യാനിത്തിന്റെ ഒരു അടിസ്ഥാനം തന്നെ. ട്രൂത്ത്, ഗോഡ് ഈസ് ട്രൂത്ത്. ദൈവം സത്യവാനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, ദൈവം വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന ദൈവമാണ്. എബ്രായർ 10:23 ഇങ്ങനെ പറയുന്നു, പ്രത്യാശയുടെ സ്വീകാര്യം
നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ല. ഒരിക്കൽ കൂടെ എല്ലാവരും ശബ്ദം ഉയർത്തി. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 23. യെസ്, നമ്മൾ വായിക്കാൻ പോവാം. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അത് മുറുകെ പിടിച്ചുകൊള്ളുക. ആടി ഉലയരുത്. നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. കണ്ടോ, പ്രത്യാശയുടെ നല്ല സ്വീകാര്യത്തെ നീ എന്ത് ചെയ്യാ? നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനല്ലോ. ദൈവത്തിൽ, അവന്റെ വാഗ്ദത്തത്തിൽ നമ്മൾ എങ്ങനെയുള്ളവരായി തീരണം? അതിനെ മുറുകെ പിടിക്കുന്നവരായി തീരണം. എങ്ങനെ മുറുകെ പിടിക്കുന്നേ? ശ്രദ്ധിച്ചേ, ഒറ്റ സെക്കൻഡ് കൂടെ ശ്രദ്ധിച്ചേ. ഞാനേ ഈ ഗ്ലാസ്സിലെ വെള്ളം ഇങ്ങനെ സാധാ രീതിയിൽ പിടിച്ചാൽ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുമ്പോൾ ഇത് കവിഞ്ഞെന്ത് ചെയ്യാൻ പറ്റും? ആടി ഉലിഞ്ഞ് എൻ്റെ ഈ അകത്ത് കിടക്കുന്ന വെള്ളം എന്ത് ചെയ്യും? പുറത്തു. ഈ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശക്തമായി ഞാൻ ഇങ്ങനെ പിടിക്കും. ഒരു എക്സാമ്പിൾ കാണിച്ചത്, ഇങ്ങനെ പിടിച്ചാൽ ഞാൻ ഓടിയാലും ഇവിടുന്ന് ചാടി ഇറങ്ങിയാലും ഇതിനധികം ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം ഞാൻ ഇതിനെ മുറുകെ പിടിച്ചേക്കുക. അപ്പൊ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. ചെറുതായിട്ട് പിടിക്കാം, ലൈറ്റായിട്ട് പിടിക്കാം. എങ്ങനെ വെച്ചാൽ ഞാൻ ടൈറ്റായിട്ട് പിടിച്ചേക്കാം. എന്ത് വന്നാലും ഇതിന്ന് പോകത്തില്ല. ടൈറ്റായിട്ട് പിടിച്ചാൽ ഞാൻ വീണാലും, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് സ്റ്റെപ്പ് വെച്ചു, കാലൊന്ന് തെന്നി, ഞാനൊന്ന് മുട്ടുമടങ്ങി വീണാലും ഞാൻ ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൈക്കകത്ത് ഈ സാധനം എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കും. ഇതേ പറയുന്ന പോലെ തന്നെ ജീവിതത്തിന്റെ ചില സ്റ്റെപ്പുകൾ, വിശ്വാസ ജീവിത യാത്ര മുന്നോട്ട് വരുമ്പോ ചില വീഴ്ചകൾ പറ്റിപ്പോയാലും, ചിലത് നിന്റെ കൺമുമ്പിൽ കണ്ടില്ലേലും, നീ പിടിച്ചത് മുറുകെ പിടിക്കാൻ തയ്യാറായാൽ അതിന്റെ വിടുതൽ നീ കണ്ടിരിക്കും. ആമേൻ. മനോഹരമായ ഒരു വചനം സംഖ്യാപുസ്തകത്തിൽ കിടപ്പുണ്ട്. നമ്പേഴ്സ്, സംഖ്യ 23:19. നമ്പേഴ്സ് ചാപ്റ്റർ 23 വേഴ്സ് 19. ബൈബിൾ ഇങ്ങനെ പറയുന്നു, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ആ വചനം എല്ലാവരും കിട്ടിയില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ. സംഖ്യ 23:19. നമ്പേഴ്സ് 23 വേഴ്സ് 19. അത് ഇനി വായിച്ചോ, ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിച്ചോ. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. ദൈവം ആരല്ല? ഉറക്കെ പറ, ദൈവം മനുഷ്യനല്ല. അടുത്തത് അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. അയ്യോ, ഒന്ന് പറഞ്ഞു പോയിട്ട് ഞാൻ അപ്പുറത്തെ സാഹചര്യത്തിൽ പറഞ്ഞതാ എന്ന് പറയാനുള്ള മനുഷ്യപുത്രന്മാരല്ല. ദൈവം ദൈവമാണ്. അമ്മേ, അതിന്റെ അർത്ഥം എന്താ? എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം അങ്ങ് പറഞ്ഞതാ. നീ അന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ചപ്പോ, അന്ന് ഉപവസിച്ചപ്പോ, നിന്റെ സങ്കടം കൊണ്ട് നിന്നെ ഞാൻ അങ്ങ് വിടിവിക്കാന്ന് അന്ന് പറഞ്ഞു പോയതാണെന്നല്ല ദൈവം പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. അയ്യോ, നീ ഒത്തിരി അങ്ങ് കരഞ്ഞപ്പോ, നീ ഒത്തിരി അങ്ങ് വേദനപ്പെട്ടപ്പോ നിന്നോട് ഞാൻ അങ്ങ് ദൂത് പറഞ്ഞതാ എന്ന് പറഞ്ഞ് രണ്ടാമത് മനുഷ്യൻ അനുദപിക്കുന്ന പോലെ അവൻ അനുദപിക്കാൻ മനുഷ്യപുത്രനല്ല. God is God. അവൻ ദൈവം തന്നെ. എന്ന് ആരോടൊക്കെ ദൈവം പറയുന്നു? നിന്റെ വേദനയിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം അവൻ മറന്ന് കളയുന്ന ദൈവമല്ല. നിന്റെ സങ്കടം കണ്ടിട്ട് വെറുതെ പറഞ്ഞതല്ല. നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ വിടുവിക്കും. നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ നിന്നെ ഉയർത്തും. നീ സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ നീ സൗഖ്യമാകും. നീ മുന്നേറ്റം അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ മുന്നേറ്റം അനുഭവിക്കും. അനുദപിക്കാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? എന്ന വാക്കുകളാ. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? എന്ന നല്ല കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. നമ്മൾ ഇന്ന് പറഞ്ഞ ദൂതിലേക്ക് വരാൻ പോവുകയാണ്. ഇന്നത്തെ ആലോചന ഇതാണ്: ദൈവം നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കും, അല്ലെങ്കിൽ എത്തേണ്ടടുത്ത് നിന്നെ എത്തിക്കും. ഇവിടെ നമ്മൾ വായിച്ചത് ഒരാളെ
ദൈവം റോമിൽ എത്തിച്ചെന്ന നിന്റെ റോമിൽ ദൈവം നിന്നെ എത്തിക്കും. അത് ഒരുത്തനോട് പറഞ്ഞത് ദൂത, അവിടെ അവനെ എത്തിച്ചെങ്കിൽ നിന്റെ വാക്തത്വത്തെ ദൈവം എത്തിച്ചിരിക്കും. ഇതിന്റെ പശ്ചാത്തലം അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ് 21-ാം അധ്യായത്തിൽ യഹൂദന്മാരാൽ പിടിക്കപ്പെടുന്നു. ഇനി ശ്രദ്ധിച്ചോണം, യഹൂദന്മാരാൽ പൗലോസ് എന്ത് ചെയ്യുന്നു? പിടിക്കപ്പെടുന്ന അനുഭവം കാണാം. 22-ന്റെ അവസാനവും 23-ന്റെ ആദ്യം വായിക്കുമ്പോൾ പൗലോസ് ന്യായാധിപതി സംഘത്തിന്റെ മുമ്പിൽ വിചാരണയ്ക്കായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് ആക്രോശിച്ച് വെല്ലുവിളിച്ച് നിൽക്കുന്ന സമയമാണ് ഈ സമയം. അങ്ങനെ പിടിക്കപ്പെട്ടു. വിചാരണ പോലെ ന്യായാധിപതി സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. ബാക്കിയുള്ളവർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് ഇവനെ കൊല്ലാൻ ആക്രോശിക്കുന്നു. ഇതിന്റെ മധ്യത്തിൽ ഒരു പ്രോമിസ് ഇവന് വെളിപ്പെടുകയാണ്. 23-11 എല്ലാവരും ശ്രദ്ധിച്ചോണം. രാത്രിയിൽ കർത്താവ്. അപ്പൊ ഇങ്ങനെ പിടിക്കപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ, ന്യായാധിപതി സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന അവസ്ഥ, ഒരു സൈഡിൽ കൊല്ലാൻ ആക്രോശിച്ചു നിൽക്കുന്ന ജനസമൂഹം, ഇതിന്റെ മധ്യത്തിൽ രാത്രിയിൽ 11 വായിച്ചോ, ശ്രദ്ധിച്ചോ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം. അപ്പൊ രാത്രിയിൽ കർത്താവ് ആറടുത്തിറങ്ങി? പൗലോസിന്റെ അടുത്ത് ഇറങ്ങി. നീ ഏത് സാഹചര്യത്തിൽ കടന്നാലും ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റൂന്ന്. നീ എത്ര പിടിക്കപ്പെട്ട അവസ്ഥയിൽ കടന്നാലും മറ്റുള്ളവർ ആക്രോശിച്ച് നിന്നെ കൊലവിളി നടത്തുന്നതിന്റെ മധ്യത്തിലും നിന്റെ അരുമനാഥന്, നിന്റെ ചങ്കായ, നിന്റെ ഉയിരായ എന്റെ കർത്താവിന് ഇറങ്ങി വരാൻ പറ്റുമെന്ന് ഇന്ന് പകൽ ആത്മാവ് ചിലതിനോട് ആലോചന പറയുന്നു. ഇത് പറയുമ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്ന വേദനയുടെ മധ്യത്തിൽ നിന്റെ ഉടയപ്പെട്ട വീടിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ചിലനോട് ദൂത് പറയാം, നന്മയ്ക്കായിട്ടൊരടയാളം എന്റെ കർത്താവ് നിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന പോലെ, എന്റെ ദൈവത്തിന്റെ സ്പർശനം ഇറങ്ങി വരുന്ന പോലെ ഈ ദിവസങ്ങളിൽ നിനക്ക് അനുഭവിക്കാൻ പോകുകയാണ്. ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അന്ന് രാത്രി പൗലോസിനോട് ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക. നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ യെരൂശലേമിൽ നീ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. നീ ധൈര്യമായിട്ടിരിക്കുക. യെരൂശലേമിൽ ഇപ്പോൾ നീ സാക്ഷീകരിച്ചതുപോലെ, നീ എത്ര പിടിക്കപ്പെട്ടവനാണെങ്കിലും കൊല്ലാൻ നിന്നെ ആക്രോശിച്ചു നിന്നാലും ഇതേപോലെ നീ റോമിലും എന്നെ കുറിച്ച് സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. പിടിക്കപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ, ന്യായാധിപന്മാരുടെ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന അവസ്ഥ, കൊല്ലാൻ ആക്രോശിക്കുന്ന ജനസമൂഹത്തിന്റെ മധ്യത്തിൽ ഇന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ ഞാൻ തീരുമെന്ന് ഏത് മനുഷ്യനും ഉള്ളുകൊണ്ട് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവിടെ ആ രാത്രി ദൈവാത്മാവ് ഇറങ്ങി വന്നിട്ട് പറയണം, ധൈര്യമായിട്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ യെരൂശലേമിൽ നീ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടം കൊണ്ട് തീരാനല്ല, നിന്നെ ഞാൻ റോമിലും നീ ചെന്ന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവ പൗലോസിനുള്ള ദൈവത്തിന്റെ ദൂതിതാണ്. യെരൂശലേമിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ നീ റോമിലും എന്നെ കുറിച്ച് സാക്ഷീകരിക്കും. പക്ഷെ ഇപ്പോൾ പിടിക്കപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. കൊല്ലാൻ ഒരു വലിയ കൂട്ടം ആക്രോശിച്ചു നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ 23, 24, 25 അധ്യായങ്ങൾ മുന്നോട്ട് വരുമ്പോ മാറി മാറി പല ന്യായാധിപന്മാരുടെ അല്ലെങ്കിൽ പല രാജാക്കന്മാരുടെ മധ്യത്തിൽ അഭയം ചൊല്ലുന്നതും മാറി മാറി വിസ്തരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് കാണാം. പക്ഷേ 28-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, പൗലോസ് റോമിൽ എത്തി. 23-11 ദൂത് പറഞ്ഞു, നീ റോമിൽ എത്തും. എത്തുക മാത്രമല്ല, നീ എന്നെ കുറിച്ച് എന്ത് ചെയ്യും? സാക്ഷി. നമ്മൾ 28-ലാണ് കാണുന്നത് പുള്ളിക്കാരൻ എത്തിയെന്ന്. എന്നാൽ ഈ 23-11 തൊട്ട് 28-14 വരെയുള്ള വാക്യങ്ങളുടെ ഇടയ്ക്ക് വായിക്കുമ്പോൾ ഒരു മനുഷ്യനും അനുഭവിക്കാത്ത രീതിയിലുള്ള അസാധാരണമായ പ്രതികൂലങ്ങൾ
ജീവിതത്തിൽ ആഞ്ഞടിച്ചു. ജീവന് വേണ്ടി വെല്ലുവിളിക്കുന്ന, തെറ്റായ അപവാദങ്ങൾ പരത്തി കള്ളസാക്ഷ്യം പറഞ്ഞ് കൊല്ലാൻ കൊലവിളിച്ചു നിൽക്കുന്ന ഒരു സമൂഹം. എല്ലാം നടുക്കടലിൽ തീർത്തു കളയുമെന്ന് പറഞ്ഞു നിന്ന് ആഞ്ഞടിച്ച കൊടുങ്കാറ്റിന്റെ പ്രതിസന്ധി. ഈ യാത്ര ഈ നടുക്കടലിൽ തീരുമെന്ന് ആഞ്ഞടിച്ച കൊടുങ്കാറ്റിന്റെ അവസ്ഥ. എന്നാൽ അത് കഴിഞ്ഞ് രക്ഷപ്പെട്ട് കയറി വരുമ്പോ എല്ലാം നന്നായി എന്ന് ചിന്തിക്കുമ്പോഴും പ്രതീക്ഷിക്കാതെ ഒരു സംഭവം മറഞ്ഞിരുന്ന് കൊത്തി അവന്റെ ആയുസിനെ തീർക്കാൻ ശ്രമിച്ച ഒരു ശത്രുവിന്റെ അറ്റാക്ക്, ഒരു മൃഗത്തിന്റെ അറ്റാക്ക്. അത് കണ്ടപ്പോൾ എല്ലാവരും ചിന്തിച്ചു തീർന്നു. പക്ഷെ തീർന്നില്ല. ഇന്നത്തെ ദൂതിത, ഈ നിന്റെ ദൂതിന് പിന്നീടുള്ള ജീവിതത്തിനും ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ആരോടൊക്കെ ആവർത്തിച്ച് പറയാ, എത്ര വെല്ലുവിളി നിന്റെ നേരെ ഉണ്ടെങ്കിലോ, എത്ര മനുഷ്യൻ ആക്രോശിച്ചു നിന്നാലോ, എത്ര പൈശാചിക കൊത്തുകൾ നിനക്കെതിരെ കൊത്തിയാലോ ഒരടി വെക്കാൻ പറ്റത്തില്ല. വരുന്ന മാസത്തിൽ എല്ലാം തകർന്നു വീഴുമെന്ന് പറഞ്ഞ് എത്ര വലിയ കൊടുങ്കാറ്റ് നിന്റെ നേരെ ആഞ്ഞടിച്ചാലോ ദൈവാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നു, നീ എത്തേണ്ട റോമിൽ നിന്നെ എത്തിക്കോ, നീ എത്തേണ്ട വാഗ്ദത്തത്തിൽ നിന്നെ എത്തിക്കോ. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവം ഇന്നും 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 ജീവിക്കുന്നു. ഞാനത് ചുരുക്കി പറയാം. ശക്തമായ ദൂതിലേക്ക് വരാൻ പോവുകയാണ്. 23:11 ദൂത് പറഞ്ഞു. ഒത്തിരി വിചാരണ നടത്തി, മാറി മാറി നടക്കുന്നു. ലാസ്റ്റ് എന്നെ റോമിലേക്ക് കൊണ്ടുപോവാ. വിചാരണ തടവുകാരനായി. അവൻ റോമാ പൗരത്വം ഉള്ളവനാ. അപ്പൊ റോമിലേക്ക് വിചാരണ തടവുകാരനായി കൊണ്ടുപോവുകയാണ്. അപ്പൊ അന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കൂടുതലും കപ്പൽ, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ കപ്പൽ യാത്ര. അങ്ങനെ കപ്പൽ യാത്ര പോകുമ്പോൾ 27:9 തൊട്ടുന്ന ചില വാക്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ്, കാരണം കാലാവസ്ഥ അത്ര അനുകൂലമല്ല. റോമിൽ പോവാ, പക്ഷെ റോമിലോട്ട് എത്തുന്ന ഒരു ലക്ഷണവും ഇല്ല. പൗലോസ് യാത്ര ചെയ്യാൻ തിരിച്ചപ്പോ അതിശക്തമായ പ്രതികൂലത്തിന്റെ കാലാവസ്ഥ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ചില ദൂത് കേട്ട് കഴിയുമ്പോൾ അനുകൂല കാലാവസ്ഥ ഉണ്ടാവണമെന്നില്ല. അടുത്ത നമ്മുടെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ആഗ്രഹം ദൂത് കേട്ടതിന്റെ ആ മണിക്കൂർ തൊട്ട് എല്ലാം അനുകൂലമാണോന്നാണ്. അത് ഭയങ്കര സന്തോഷമാണ്. അനുകൂലാപത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ചില കാര്യങ്ങൾ അപ്പൊ തന്നെ അനുകൂലമായി കാര്യങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ നല്ലൊരു ശതമാനം സമയത്തും ദൂത് പറഞ്ഞതിന്റെ അടുത്ത നിമിഷം മുതൽ നമ്മളാണ് ചിന്തിക്കുന്നത്, റോമിലേക്ക് പോകാൻ ദൈവം ഒരു ആലോചന നൽകി. നമ്മൾ കാൽ വെക്കുമ്പോൾ റോമിലേക്കുള്ള എല്ലാ വഴികളും സ്മൂത്തായി നമ്മളെ റോമിലേക്ക് എത്തിക്കുന്നു. ഇതാണ് നമ്മളെല്ലാവരുടെ ആഗ്രഹം. പക്ഷെ പൗലോസ് റോമിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ച, ഇനിയെങ്കിലും എന്റെ ദൂത് നിറവേറുമെന്ന് ആഗ്രഹിച്ച എവിടെ അതിശക്തമായ പ്രതികൂലത്തിന്റെ കാലാവസ്ഥ. കപ്പലോട്ടം ഇനി മുന്നോട്ട് ഓടാൻ പറ്റില്ല. നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, ദൂതൊക്കെ കേട്ടു എല്ലാം കൊള്ളാം, പക്ഷെ കർത്താവേ ഇനി ഒരടി എനിക്ക് വെക്കാൻ പറ്റില്ല. നമുക്കെല്ലാം അനുഭവിക്കുന്ന അനുഭവങ്ങളാണ്. ആ സമയത്ത് 10 തൊട്ട് വായിച്ച 27:10 തൊട്ട്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറെ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു. ദൈവദാസൻ ആത്മാവിൽ ഒരു കാര്യം പറഞ്ഞു. മുന്നോട്ട് ഇനിയും പോണ്ട. കപ്പലോട്ടത്തിന്റെ വിഷമം നമ്മുടെ കപ്പലിന് നഷ്ടം മാത്രമല്ല, യാത്രയിലെ ചരക്കിനും ഗുഡ്സിനും മാത്രമല്ല, നമ്മുടെ പ്രാണന് വരെ ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും. ഇവനോടാണ് ദൈവം ദൂത് പറഞ്ഞത്. എന്തോ പറഞ്ഞത്? റോമിൽ പോ, ദൈവം നിന്നെ എത്തിക്കുന്നു. അവ തന്നെ പറയാ, നമുക്ക് യാത്ര പുറപ്പെടണ്ട. കാരണം എനിക്ക് തന്നെ മനസ്സിലായി ഇത് വല്ലാത്ത കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവും. മനസ്സിലാകുന്നു, ഉള്ളിൽ മനസ്സിലാകുന്നു.
ശക്തമായ സംഭവിക്കാൻ പോകുന്നത് തനിക്ക് മനസ്സിലായി. പക്ഷേ 11-12 വായിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലൂമിയുടെയും കപ്പലുടമസ്ഥന്റെ വാക്ക് അധികം വിശ്വസിച്ചു. പട്ടാള ഉദ്യോഗസ്ഥൻ പൗലോസ് പറഞ്ഞതിനേക്കാൾ സ്വാഭാവികമായിട്ട് ആരുടെ വാക്ക് കേട്ടു? അപ്പൊ കപ്പലിന്റെ ഉടമസ്ഥന്റെയും കപ്പലിലെ ക്യാപ്റ്റന്റെയും അത് നിയന്ത്രിക്കുന്നവരുടെ ഒക്കെ എന്ത് ചെയ്തു? ഉപദേശം. അങ്ങനെ അവർ അവിടെ നിന്ന് എന്ത് ചെയ്തു? യാത്ര തിരിച്ചു. ചില സമയത്ത് അങ്ങനെ ദൈവാത്മാവിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്കത് മനസ്സിലായില്ല, ഭാരപ്പെടേണ്ട, അടുത്ത പദ്ധതിയിലേക്ക് ദൈവം നയിക്കാൻ പോവുകയാണ്. അങ്ങനെ യാത്ര അവര് തിരിച്ചു. ഇനി 14 വായിച്ചു. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. യാത്ര തിരിച്ചപ്പോ ആദ്യം വലിയ കുഴപ്പമില്ല, കാര്യം സാധിച്ചു എന്ന് പറഞ്ഞ് പതുക്കെ യാത്ര തിരിച്ചു. പക്ഷേ 14 വാക്യത്തിൽ വരുമ്പോൾ കുറെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ യാത്രയ്ക്ക് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. പൗലോസ് പറഞ്ഞ പോലെ സംഭവിച്ചു. അതിശക്തമായ കാറ്റ് യാത്രയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കാറ്റടിച്ചു. 15 കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. ആണോ? പറഞ്ഞതുപോലെ സംഭവിച്ചു. കാറ്റിന്റെ നേരെ പിടിച്ചു നിൽക്കാൻ കപ്പലിന് പറ്റിയില്ല, കൈവിട്ടുപോയി. ഒരു പട്ടത്തെ ഒരു കുഞ്ഞ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശക്തമായ കാറ്റിന്റെ അകത്ത് ആ നൂൽക്കെട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ പട്ടത്തെ പിന്നെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല, അത് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് എന്ന് പറയുന്ന പോലെ കപ്പലോട്ടം വൈഷമ്യമായി, കപ്പൽ കൈവിട്ടു പോകുന്ന അവസ്ഥയായി, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. അടുത്തത് ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പ് വരുത്തി. പിന്നെ മണിത്തിട്ടമേൽ അകപ്പെടുമെന്ന് പേടിച്ച് പായ ഇറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. അപ്പൊ എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കാനായി കപ്പലിന്റെ ചരക്ക് ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് ഈ കാറ്റത്തൊന്ന് ആടി ഉലയാതെ ഉറപ്പോടെ നിൽക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു. ഹല്ലേലൂയ. പക്ഷെ കപ്പൽ ഈ കാറ്റിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. ചരക്കുകൾ എറിയുന്നു, പിടിച്ചു നിൽക്കുന്നു, ഏതെങ്കിലൊക്കെ തീരത്ത് പിടിച്ചു നിൽക്കാൻ നോക്കുന്നു, പറ്റത്തില്ല. അതിശക്തമായ ഈശാനമൂലൻ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവിൽ ദൂത് പറയാ, നിന്നോടൊരു ദൂത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ റോമിൽ എത്തുമെന്നൊരു ദൂതുണ്ടെങ്കിൽ, അതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം കാറ്റടിച്ചാല് നിന്റെ ആശയ്ക്ക് വിരോധമായി നിനക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയിൽ വന്നു നിന്നാലും, കൈവിട്ടു പോയെന്ന് തോന്നിയാലോ, നിന്നോട് ദൂത് പറഞ്ഞ ഉടയവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇതുകൊണ്ട് കഴിഞ്ഞപ്പോ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 20 തൊട്ടൊന്ന് വായിച്ചേ വേഗത്തിൽ. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്ന് ഇത്രയും ഈ ദിവസങ്ങളിലെല്ലാം അവരെന്തോ ചെയ്യാണ്? പട്ടിണി കിടക്കുകയാണ്. രക്ഷപ്പെടുമെന്നൊരാശയില്ല. പക്ഷെ പൗലോസ് 22 എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പൗലോസ് ഇറങ്ങി നിന്നങ്ങ് പ്രസംഗി, പിന്നെ ധൈര്യം കയറി. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക? ധൈര്യത്തോടിരിക്കുക. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു കപ്പലിന് മാത്രമല്ല നമ്മുടെ ജീവന് വരെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഞാനൊരു ദൂത് പറയുന്നു, കപ്പലിന് എന്തെങ്കിലും പറ്റിയാലും ജീവനൊന്നും പറ്റത്തില്ല. ഹല്ലേലൂയ. കണ്ടോ? ആദ്യം പൗലോസ് പറഞ്ഞു കപ്പല് മാത്രമല്ല നമ്മുടെ പ്രാണന് വരെ അപകടത്തില. പക്ഷെ ഇപ്പോൾ പൗലോസ് പറയുകയാണ്, ചിലപ്പോ കപ്പലിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ നമ്മുടെ ഒറ്റ ഒരെണ്ണത്തിന്റെ ആയുഷിന് ഒരു കേട് പോലും പറ്റത്തില്ല. കാരണം എന്താ? കാരണം എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. 25 അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഓ ഹല്ലേലൂയ.
ധൈര്യമായിരിക്കും. കാരണം ഞാൻ സേവിക്കുന്ന എന്റെ ഉടയവനായ എന്റെ ദൈവത്തിന്റെ ദൂതൻ എന്നോട് വീണ്ടും ആ ദൂത് പറഞ്ഞു, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അതായത് നീ റോമിൽ നിൽക്കും. ഹല്ലേലൂയ. നീ നിൽക്കുമെന്ന് മാത്രമല്ല, നിന്റെ കൂടെ വന്നിരിക്കുന്ന ഒരുത്തന്റെ ജീവന് പോലും പറ്റത്തില്ല, എല്ലാം മറുകര കണ്ടിരിക്കും. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുകയാണ്. നിന്നോടായിരിക്കാം ആദ്യത്തെ ദൂത് പറയുന്നത്, പക്ഷെ നീ മാത്രമല്ല, നിന്റെ കുടുംബത്തിലെ ഒന്നുപോലും നശിക്കാതെ നീ വിശ്വസിക്കാൻ തയ്യാറായ സകലതും ദൈവപ്രവൃത്തിയുടെ മറുകര കാണും. ഇന്ന് ചിലരോടുള്ള ദൂത, നീ മാത്രമല്ല, നിന്നോടും ജീസസ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ആത്മാവിലെ ദൂത് പറയാം. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇറങ്ങിയ തുടക്കത്തിൽ നിന്നോടായിരിക്കാം ആദ്യം ദൂത് പറയുന്നത്, നീ രക്ഷപ്പെടും. പക്ഷെ ഇപ്പൊ പൗലോസിന് പറയാം, നീ മാത്രമല്ല, യാത്ര ചെയ്യുന്ന സകലവും രക്ഷപ്പെടും. നിന്റെ വീട് മുഴുവൻ, നീ ഒറ്റയ്ക്കല്ലെന്ന്, നിന്റെ വീട് മുഴുവൻ രക്ഷപ്രാപിക്കും. വിശ്വസിക്കുന്നവരൊന്ന് ആരാധിച്ച് ഈ വാഗ്ദത്തങ്ങൾ സംഭവിക്കട്ടെ, ഈ വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ, ഈ വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ, ഈ ദൂത് അതുപോലെ നിറവേറട്ടെ, അതുപോലെ നിറവേറട്ടെ. Roshidi Besiambara Remalaba Shabali Baba. Yes. നിന്റെ വീട്ടിൽ മുഴുവൻ കഴിഞ്ഞ നാളുകളിൽ നീ രക്ഷപ്പെടുമെന്ന ദൂത് കേട്ട ചിലതിനോട് ദൈവം വീണ്ടും ഇന്ന് പകൽ ഇടപെടുന്നു. നീ മാത്രമല്ല, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ നിന്റെ കൂടാരം മുഴുവൻ, നിന്റെ വീടിനകത്ത് അത്ഭുതം. Receive it. പൗലോസേ, എന്തോ വന്നെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഈശാന മൂലം കാറ്റടിച്ചെന്ന് പറഞ്ഞാലും, കപ്പലിലെ ചരക്ക് മുഴുവൻ ഇറക്കി കളഞ്ഞെന്ന് പറഞ്ഞാലും, പക്ഷെ ഇന്ന് പകൽ ദൂത് പറയുന്നു, അക്കരെ എത്തിക്കുമെന്ന് പറഞ്ഞാൽ, കൈസറുടെ മുമ്പിൽ നീ നിൽക്കൂ എന്ന് പറഞ്ഞാൽ, നീ റോമിൽ എത്തൂ എന്ന് പറഞ്ഞാൽ, നീ റോമിൽ എത്തിയിരിക്കും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാം ഓരോ റോമുണ്ട്. എന്താ നിങ്ങളുടെ റോം? നിങ്ങളോട് പറഞ്ഞ, നിങ്ങളുടെ കുടുംബത്തോട് പറഞ്ഞ ദൂത. ആ റോമിലേക്ക് നിന്നെ എത്തിച്ചിരിക്കും. ഇന്ന് ഈ 3-ാം മാസം ദൈവം പറഞ്ഞ ദൂത, അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും, അപ്പോസ്തലപ്രവൃത്തി 23:11 ദൂത് പറയുന്നേ, നീ റോമിൽ ചെല്ലും. ഇതിന്റെ ഇടയ്ക്ക് അപ്പോസ്തലപ്രവൃത്തി 28:14-16 റോമിൽ ചെന്നത്. ഇതിന്റെ ഇടയ്ക്ക് അസാധാരണമായ പ്രതികൂലം അനുഭവിച്ചു. ദൈവം ബലപ്പെടുത്തി, ധൈര്യമായിട്ടിരിക്കെ, നിങ്ങൾ എത്തും. നീ മാത്രമല്ല, കൂടെ സഞ്ചരിക്കുന്ന സകലതും എത്തും. ഇവൻ ബലപ്പെട്ടിട്ട് ഇവൻ എഴുന്നേറ്റ് നിന്ന് ബാക്കിയുള്ളവരെയും കൂടെ ഒന്ന് ബലപ്പെടുത്തുന്നുണ്ട്. ഒരു ദൂത് പറയട്ടെ, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കും ആദ്യം ബലപ്പെടുന്നത്. നമ്മൾ ബലപ്പെട്ടാൽ അതിന്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവരെയും കൂടെ ബലപ്പെടുത്തണം. ഒന്നിച്ചുള്ള വിജയം അനുഭവിക്കണമെങ്കിൽ, എല്ലാവരും ശ്രദ്ധിച്ച്, പ്രാക്ടിക്കൽ, ബിബിളിക്കൽ, ഒന്നിച്ചുള്ള വിജയം അനുഭവിക്കണമെങ്കിൽ ഒരു വീട്ടിൽ ഒരാൾക്കായിരിക്കാം ആത്മാവിന്റെ പ്രാർത്ഥനയുടെ, അനുഭവത്തിന്റെ, ആരാധനയുടെ, അല്ലെങ്കിൽ ധൈര്യപ്പെടുന്ന ഒരു ശബ്ദം ഒരാൾക്കായിരിക്കാം ആദ്യം കയറി പിടിക്കുന്നത്. അവര് വേണം ബാക്കിയുള്ളവരെ ബലപ്പെടുത്താൻ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലായിടത്തും അങ്ങനെ ബൈബിളിൽ പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവം ചിലരെ ബലപ്പെടുത്തും. അതിൽ ഒരാൾ ശക്തിപ്പെടും.
അവരങ്ങോട്ട് എഴുന്നേക്കും. അവര് ബലപ്പെടുത്തുന്നതിന്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും. ഇത്രയും വലിയ ഈ ആത്മാവിന്റെ നിറവിൽ ഈ സഭ ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ തകർന്ന് വിഷമിച്ച് എന്താന്ന് മനസ്സിലാകാതെ ഭീതിയിൽ നിൽക്കുന്ന ഒരു 120 പേരുടെ കൂട്ടത്തിന്റെ മധ്യത്തിൽ ആത്മചൈതന്യം വന്നപ്പോൾ പത്രോസ് ചാടി എഴുന്നേറ്റു. അവന്റെ പ്രസംഗത്തിൽ ബാക്കിയെല്ലാം കയറി ബലപ്പെട്ടു. അതങ്ങ് 3000 മാറി. ഇവിടെ പൗലോസ് ഈ ദൂത് പറഞ്ഞു, ധൈര്യമായിരിക്കാൻ പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു, നമുക്ക് എല്ലാവർക്കും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. എന്നിട്ട് 23 തൊട്ട് എന്താ വായിച്ചേ നേരം അപ്പോസ്തല 27-ന്റെ 33 തൊട്ട് 27-ന്റെ 33 തൊട്ട് നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നേരം വെളുത്തപ്പോ പൗലോസ് ഇത്രയും ദിവസം പട്ടിണി കിടന്നവരെ വിളിച്ചിട്ട് എന്തോ പറഞ്ഞു? ഭക്ഷണം കഴിക്കും. ഇനി പട്ടിണി കിടക്കണ്ട. കണ്ടോ, ഒരാൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നുണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട? പട്ടിണി കിടക്കണ്ട. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. ഇപ്പൊ എത്രാമത്തെ ദിവസമായി? 14 ദിവസം. നിങ്ങളെ മനസ്സിലെ ഭീകര അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കി. കാറ്റത്ത് ആടി ഉലഞ്ഞ് കപ്പൽ കൈവിട്ടുപോയി. 10-14 ദിവസം ആഹാരം കഴിക്കാതെ കിടക്കും. ഈ അവസ്ഥയിൽ അടുത്തത് അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തിന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. നമ്മുടെ രക്ഷയ്ക്കുള്ളതാ, നമ്മുടെ ജീവനുള്ളതാ. നിങ്ങൾ ആഹാരം എന്ത് ചെയ്യണം? കഴിക്കണം. നിങ്ങൾ ചെയ്യണം. പക്ഷെ ഒന്നിനൊരു ബുദ്ധിമുട്ട് വരത്തില്ല. മറുകരയിൽ ദൈവം എത്തിച്ചിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇനി എല്ലാവരും ശ്രദ്ധിച്ച്, നമ്മുടെ വീട്ടിൽ ഒരു ആത്മീയ ചൈതന്യം നിങ്ങൾക്കായിരിക്കാൻ ലഭിക്കുന്നത്. നിങ്ങളാണ് എഴുന്നേറ്റ്. ചിലപ്പോ എല്ലാരും നിങ്ങളെ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ കരമുയർത്തി, നിങ്ങൾ മുന്നിട്ട് നിന്ന് അത് പ്രാർത്ഥിച്ച് ജയമാക്കി മാറ്റണം. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന ആ വെളിപ്പാടിന്റെ അനുഭവം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ആ വീട്ടിൽ ചിലപ്പോൾ 1-2 പേർക്കായിരിക്കും അത് കിട്ടുന്നത്. അവരത് ഉറച്ചു നിൽക്കണം. വലിയ സമൂഹം യഹൂദ രാജ്യത്തിന്, അല്ലെങ്കിൽ യഹോശഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നപ്പോ എല്ലാരും ഒന്ന് ആദ്യം പേടിച്ചു. പക്ഷെ അവര് പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോ ദൈവം ദൂത് പറഞ്ഞു, യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെത്, ഞാൻ യുദ്ധം ചെയ്യുന്നു. ഇത് കേട്ട് യഹോശഫാത്ത് രാജാവ് എന്ത് ചെയ്തു? ബലപ്പെട്ടിട്ട് അവൻ എഴുന്നേറ്റ് എന്താ പറഞ്ഞത്? എല്ലാരും ധൈര്യമായിട്ടിരിക്കെ, കർത്താവിലും അവന്റെ പ്രവാചകന്മാരിലും ദൈവത്തിന്റെ വചനത്തിലും എന്ത് ചെയ്യുക? വിശ്വസിക്കുക. നമുക്ക് യുദ്ധത്തിന് പോയാൽ യഹോവ നമുക്ക് വേണ്ടി. ആ ബലത്തോടാണ് അവര് വാദ്യോഷങ്ങളോടെ ആടി പാടി പോയി യുദ്ധം ജയിച്ചു. അവിടെയും കണ്ടോ, യഹോശഫാത്ത് എഴുന്നേറ്റ് നിന്ന് യഹൂദ പുരുഷന്മാരെ എന്ന് പറഞ്ഞ് ബലപ്പെടുത്തിയാണ് സംസാരിച്ചത്. ഇവിടെ പൗലോസ് എഴുന്നേറ്റ് നിന്നിട്ട് ശക്തിയോടെ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കെ, ആഹാരം കഴിക്ക്, നമ്മുടെ രക്ഷ. പിന്നെ അങ്ങോട്ട് സംഭവിക്കുമ്പോ ഇനി ശ്രദ്ധിച്ചാണ്, പൗലോസ് പിടിക്കപ്പെട്ട അവസ്ഥ. ദൈവം റോമിൽ നിന്ന് ദൂത് പറഞ്ഞു, വിചാരണ തടവനായി കൊണ്ടുപോകുന്നു, ശക്തമായ കാറ്റടിക്കുന്നു, കൊല്ലണമെന്ന് പറഞ്ഞ് മറുസമൂഹം വെല്ലുവിളിച്ച് നിൽക്കുന്ന അവസ്ഥ. ഇതിനിടയ്ക്ക് ഒരു സംഭവം സംഭവിച്ചു. അപ്പോസ്തലർ 27-41 തൊട്ട് വായിക്കുമ്പോ കപ്പൽ ഛേദം സംഭവിച്ചു. ഇവർ സഞ്ചരിച്ച കപ്പൽ എന്ത് ചെയ്തു? തകർന്നു, ഉടഞ്ഞുപോയി. 41 തൊട്ട് വായിക്കുമ്പോൾ കപ്പൽ ഉടഞ്ഞുപോയി. ഇനി 43 തൊട്ടൊന്ന് വായിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി. അപ്പൊ അതിൽ നിന്ന് നീന്താൻ അറിയുന്നവൻ ആദ്യം എന്ത് ചെയ്തു? ചാടി. കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. അപ്പം കപ്പല് തകർന്നു. നീന്താൻ അറിയുന്നവർ ആദ്യം എന്ത് ചെയ്തു? ചാടി നീന്തി രക്ഷപ്പെട്ടു. അത്ര നീന്തറിയാത്തവർ പലകയിലും സംഭവത്തിലൊക്കെ പിടിച്ച്, നമ്മുടെ ഭാഷ പറഞ്ഞ ലൈഫ് ജാക്കറ്റിലൊക്കെ
പിടിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എവിടെ കയറി. എല്ലാം സംഭവം പറഞ്ഞപ്പോ സംഭവിച്ചു, തകർച്ച സംഭവിച്ചു, പക്ഷെ എല്ലാം രക്ഷപ്പെട്ടു. കണ്ടോ ഞാൻ പറഞ്ഞ മനസ്സിലായി? തകർച്ച സംഭവിച്ചു, കപ്പൽ ഉടഞ്ഞു തകർന്നു, പക്ഷെ എല്ലാം എന്ത് ചെയ്തു? ഇതാ ദൂതിന്റെ ഗുണം. ചിലത് തകർന്നു എന്ന് നിനക്ക് തോന്നിയാലും അവിടുന്ന് എല്ലാത്തിനെയും രക്ഷപ്പെടുത്താൻ എന്റെ ദൈവത്തിന് കഴിയുന്ന ദൈവമാണ്. ഒന്ന് കരങ്ങൾ അടിച്ച നല്ല ദൈവത്തിന് മഹത്വം കരേറ്റിയേ. ഓ ശിബാല ബാബാ ബാബാ ബാ. മനസ്സിലായോ? തകർന്നു എന്ന് പറഞ്ഞാൽ എല്ലാം രക്ഷപ്പെടുമെന്ന്, എല്ലാം മുങ്ങി പൊങ്ങാതെ വെള്ളത്തിൽ നിന്ന് മറുകര കണ്ടിരിക്കും. ഇന്ന് പകൽ സകലതിനെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, അത് രക്ഷപ്പെടും. ഓ ശാബാല ഹന്ദര വികൽകര വികൽകരോ റിഗന്തരോ. ഒന്ന് ശ്രദ്ധിച്ചേ, 23:11 പറഞ്ഞു, നീ റോമിൽ നിൽക്കും. യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കും. പക്ഷെ മുന്നോട്ടുള്ള 24, 25, 26, 27 അധ്യായങ്ങൾ കഠിനമേറിയ അധ്യായങ്ങൾ. കൊലവിളിച്ചു നിൽക്കുന്ന സമൂഹം മാറി മാറി പലയിടത്തും വിസ്തരിക്കുന്നു. അടുത്ത റോമിലേക്കുള്ള യാത്ര തിരിച്ചപ്പോൾ ഞാൻ റോമിൽ എത്തുമല്ലോ എന്ന് ചിലപ്പോൾ ഉള്ളി സന്തോഷിയാണ്. പക്ഷെ എത്താൻ പറ്റാത്തതിൽ ഈശാനമൂല കാറ്റടിച്ചു, കപ്പൽ തകർന്നു. എന്നിട്ട് എങ്ങനെങ്കിലൊക്കെ നീന്തിയും പലകയിലും പിടിച്ചും രക്ഷപ്പെട്ടെത്തി. ഇനിയും ശ്രദ്ധിച്ചോ, കാരണം ഒരു മനുഷ്യന്റെ ദൂത് കേട്ടതിന് ശേഷം അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധി കണ്ടോണം. പക്ഷെ ഈ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കൊന്നും നിന്നോട് പറഞ്ഞ ദൂതിനെ തടയാൻ പറ്റത്തില്ല. നിന്നോട് എത്തിക്കുമെന്ന് പറഞ്ഞ മറുകരയിൽ ദൈവം എത്തിച്ചിരിക്കും. ആമേൻ. ഇനി 28:1 തൊട്ട് വായിച്ചു. നമുക്ക് അറിയാവുന്ന കുറച്ച് വചനങ്ങളാണ്. വേഗത്തിൽ വായിച്ചു. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. മാൾട്ട എന്ന് പറയുന്നത് മെലീത്ത എന്ന് പറയുന്ന ദ്വീപിലെത്തി. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെ കൈക്കൊണ്ടു. കേറി ചെന്ന സ്ഥലം എങ്ങനത്തെ സ്ഥലമാ? മഴയും ശീതവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭയങ്കര തണുപ്പും മഴയും. കാലാവസ്ഥ വീണ്ടും എന്തല്ല, അനുകൂലമല്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു അവിടുത്തെ ആൾക്കാർ, ആ ദ്വീപിലെ ആൾക്കാർ എന്ത് ചെയ്തു? ഒരു ദയ കാണിച്ചു. അവരവിടെ എന്ത് ചെയ്തു? ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്തു? തീ കൂട്ടിക്കൊടുത്തു. കാരണം അവിടെ അത്യാവശ്യമാണ്. അവരുടെ ആ തണുപ്പിൽ നിന്ന് മാറ്റം ഉണ്ടാകാൻ തീ കൂട്ടിക്കൊടുത്തു. ഇനി 3-ാം വാക്യം വായിച്ചു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന് കൈക്ക് പറ്റി. എന്നാ ഇത്രയും ദയ കാണിച്ചതല്ലേ, അവരെയും കൂടെ ഞാനൊന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് പൗലോസ് എന്ത് ചെയ്തു? കുറച്ച് വിറക് പറക്കി തീയിലിട്ടപ്പോ ഒരു സംഭവം സംഭവിച്ചു. വിറക് കുറച്ച് നാളായിട്ട് അടുങ്ങി കിടക്കുമല്ലേ, തണുത്ത് മരയ്ക്കകത്ത് കിടക്കുമല്ലേ. തീയിലോട്ടിട്ടപ്പോ തീയുടെ ചൂടടിച്ച് വിറകിന്റെ എവിടോ ഒളിഞ്ഞിരുന്ന ഒരു അണലി കയറി ഇട്ടം പൗലോസിന്റെ കൈ കയറി പിടിച്ചു. വേറൊരു പരിഭാഷയിൽ മലയാളത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വിറകിന്റെ ഇടയിൽ മറഞ്ഞിരുന്ന അണലി. എടുത്തപ്പോ കണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ട് കുടഞ്ഞു കളഞ്ഞാൻ, അല്ലെങ്കിൽ എടുക്കത്തില്ല എന്നാ. നമ്മളൊരു വിറക് അങ്ങോട്ട് എടുത്തു, വലിയ കമ്പെടുത്തു, അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടാൽ നിശ്ചയമായിട്ട് ആ വിറക് എടുക്കില്ല, അല്ലെങ്കിൽ എടുത്ത് കളയും, മാറ്റി വെക്കും. അപ്പം എടുത്ത് തീയിലോട്ടിടുന്ന സമയം വരെയും തനിക്ക് കാണാൻ പറ്റാതെ മറഞ്ഞിരുന്നൊരു സംഭവം തീയുടെ ചൂടടിച്ചപ്പോ ചാടി കേറി കൊത്തി അടിച്ചത്. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ ഇവർക്കറിയാം, ഈ ജന്തു കയറി കടിച്ചാൽ അവനെ കൊണ്ടേ പോകും. അതാ ഇവര് പറഞ്ഞിട്ട് ഇവൻ ഏതോ ദുഷ്ട മനുഷ്യനാണല്ലോ, കൊലപാതകനാണല്ലോ, എടാ എങ്ങനെയോ രക്ഷപ്പെട്ട് വന്നതാ. പക്ഷെ ഇതേ ഇപ്പം ഈ കടിക്കാത്ത അവൻ എന്ത് ചെയ്യാൻ പോവാ? ചാവാൻ പോവാ. അത് അവർക്കറിയാം ഇത് കടിച്ചാൽ എന്ത് സംഭവിക്കും അറിയാമോ? 6 വായിച്ചേ. 6 അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. ഈ ദ്വീപിലുള്ളവർക്കറിയാം ഈ ടൈപ്പ് അണലി കടിച്ചാൽ എന്തോ സംഭവിക്കുന്നേ? നീര് വെക്കും. നീര് വെച്ച് അധികം താമസിക്കാതെ ഹൈ വിഷമാണ്, പോയിസൺ ആണ്. എന്തോ ചെയ്യും? ചത്തു. ഇനി എല്ലാവരും നിങ്ങൾ ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച്.
ആ ദ്വീപിലുള്ളവര് പറഞ്ഞു ഇവനെ രക്ഷപ്പെടാൻ നീതി ദൈവം പോലും സമ്മതിച്ചില്ല. അവര് നോക്കി നിൽക്കുകയാണ്. എന്തിനാ നോക്കി നിൽക്കുന്നേ? ചീർത്ത് വീർത്ത് നീര് വെച്ച് ചത്തു. 5-ാം വാക്യത്തിൽ പൗലോസ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവനോ ആ ജന്തുവിനെ തീയിൽ കൊടഞ്ഞു കളഞ്ഞു. അവനൊന്നും എന്ത് ചെയ്തില്ല, പറ്റിയില്ല. മറഞ്ഞിരുന്നതാ. ചൂടത്ത് ചാടിക്കേറി ഒന്ന് കൊത്തി, അല്ലെങ്കിൽ കടിച്ചു തൂങ്ങി. നീര് വെച്ച് ചത്തു വീഴേണ്ടതാണ് നോർമലി. പക്ഷെ കൊടഞ്ഞ് തീക്കാത്ത തന്നെ തിരിച്ചതിനെ ഇട്ടു. അവിടെ അവര് നോക്കി നിൽക്കുമ്പോൾ ഒരു കേടുപോലും സംഭവിച്ചില്ല. സംഭവിക്കും അത്ഭുതം. ശിംശോനും അതുപോലെ ഇറങ്ങി തിരിച്ചാ അമ്മയപ്പന്റെ കൂടെ പോയതാ. പക്ഷെ മുന്തിരിത്തോടെ ഇടയ്ക്ക് വെച്ചൊരു സംഭവം സംഭവിച്ചു. മറഞ്ഞിരുന്ന സാധനം ചാടി ഒരു ബാലസിംഹം കയറി. അവനറിഞ്ഞില്ല. ഈ യാത്രയിൽ ഒരിക്കലും പ്രതീക്ഷയല്ല. പക്ഷെ ഒരു സംഭവം സംഭവിച്ചു. ബൈബിൾ പറഞ്ഞു ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നപ്പോ ഒരു പ്രത്യേക ശക്തി കിട്ടി. ആട്ടിൻകുട്ടി വന്നാൽ അതിനെ പിടിച്ച് 2 കാല് പിടിച്ച് വലിച്ച് കീറിക്കളയുന്ന അതേ ലാഘവത്തോടെ ബാലസിംഹത്തെ വലിച്ച് കീറിക്കളയും. ഇത്രേ ഉള്ളൂ. എത്രയൊക്കെ ചാടി വന്നാലും അഭിഷേകം വന്നാൽ അത്രേ ഉള്ളൂ. ഇതിനെ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഉണ്ടെന്ന് പറഞ്ഞെന്നുള്ളൂ, പക്ഷെ പേടിക്കണ്ട. മനസ്സിലായോ? പേടിപ്പിക്കല്ലേ. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെന്നുള്ളൂ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ മേൽ വീഴുന്ന അഭിഷേകത്താൽ നിനക്ക് വലിച്ച് കീറിക്കളെ. ഇന്ന് ഇവിടെ നിന്ന് ആരാധിക്കുമ്പോഴും ചിലതിനെ വലിച്ചു കീറുക. കാറ്റടിച്ചിട്ടും കപ്പൽ തകർന്നിട്ടും പിടിക്കപ്പെട്ടിട്ടും കൊത്തണ്ട പാമ്പ് കയറി കൊത്തിയിട്ടും ബൈബിൾ പറയുന്നു അവൻ നീര് വെച്ചില്ല, ചത്തു വീണില്ല. അപ്പോസ്തലപ്രവൃത്തി 28:14 പറയുന്നു അവൻ റോമിൽ എത്തി. ഇന്ന് പകൽ ചിലർ നിങ്ങളുടെ റോമുണ്ട്, നിങ്ങളുടെ ദൂതിന്റെ റോമുണ്ട്, നിങ്ങളുടെ വാക്തത്വത്തിന്റെ റോമുകളുണ്ട്. അവിടെ നിന്നെ എത്തിച്ചിരിക്ക. എത്ര കാറ്റടിച്ചാലും, എത്ര കേറി കൊത്തിയാലും, എത്ര കപ്പൽ തകർന്നാലും നിന്നോടുള്ള വാക്തത്വം ചെയ്തവൻ ഇന്നും ജീവിക്കുന്നു.